Hey guys, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നൈക്കിന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. എല്ലാം ഒരു 500 റേഞ്ചിൽ താഴെയാണ് വരുന്നത്. സോ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. സോ അതിന്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കാണുക. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും ഇത് തന്നെയാണ് പറയാറുള്ളത്. കാരണം എൻ്റെ വ്യൂവേഴ്സിനെക്കാളും കുറവാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതുകൊണ്ട് പറയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കുറേ പൈസ കൊടുത്ത് എല്ലാ പ്രോഡക്റ്റ്സും വാങ്ങാൻ ഒന്നും എല്ലാവർക്കും സാധിച്ചൊന്നും വരില്ല. അപ്പം ഞാൻ വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട പ്രോഡക്റ്റ്സ് ആണ്. കുറേ പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ വാങ്ങിയത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് പോൺസിന്റെ സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ ക്രീം ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്പ്രേ ബേസ് ആയിട്ടുള്ളതും ഒരു വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതൊരു സിറം ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. സോ ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല. ഇതിന് 299 റുപ്പീസേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഓഫറുള്ള ടൈമിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ചെറുതാണ്. ഈ കുഞ്ഞു ബോട്ടിലാണ് വരുന്നത്. ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. പക്ഷെ എന്നാലും അടിപൊളി സാധനമാണ് കേട്ടോ. കാരണം നല്ല മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്മെല്ല്. അപ്പൊ ഇത് നമ്മൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. പിന്നെ ഇത് സിറം ബേസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഒരു ഡ്യൂയി ആയിട്ടുള്ള ഒരു ഗ്ലോയി ഫിനിഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേസിൽ. നമുക്ക് സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്താൽ തന്നെ മതിയാവും. നമ്മൾ വേറെ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ വരുന്നത്. അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പിന്നെ ഇത് SPF 50+ വരുന്ന സൺസ്ക്രീൻ ആണ് കേട്ടോ. SPF 50 PA++ വരുന്ന സൺസ്ക്രീൻ ആണ്. പിന്നെ ഇതെല്ലാം നയാസിനിമൈഡും കൂടെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഒരു ഡ്യൂയി ആയിട്ടുള്ള ഫിനിഷ് ചെയ്യും. നയാസിനിമൈഡ് എക്സ്ട്രാ ഒരു ബെനിഫിറ്റും കൂടിയാണ്. സോ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സിറം ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തിരുന്നത്. സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. കണ്ടില്ലേ, ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർബ് ആയി പോകുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ ആണത്. പിന്നെ അടുത്ത സാധനമാണ് ഞാൻ വാങ്ങിച്ചത് നൈക്കയുടെ ഫൗണ്ടേഷൻ ആണ്. നൈക്ക സ്കിൻ ജീനിയസിന്റെ ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് പണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്നാണ്. പിന്നെ കുറേ കാലം ഞാനത് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഇപ്പോൾ ഓർഡർ ചെയ്ത് നോക്കിയതാണ് ഇപ്പം എങ്ങനെയുണ്ടെന്ന്. പക്ഷേ ഞാൻ നേരത്തെ യൂസ് ചെയ്തതിനേക്കാളും ഭയങ്കരമായിട്ട് അവർ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ചെറിയൊരു ബോട്ടിലാണ് വരുന്നത് കേട്ടോ. ചെറിയ ബോട്ടിലാണ്. ഞാൻ ആദ്യം യൂസ് ചെയ്തത് കുറച്ചുകൂടെ വലിയ ബോട്ടിലായിരുന്നു. പിന്നെ ഇത് കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ഭയങ്കര ലിക്വിഡ് ആയിരുന്നു. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഫൗണ്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ വേണം പക്ഷെ മേക്കപ്പ് ഇട്ടത് അറിയരുത് അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക്, അങ്ങനെയൊക്കെ വേണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫൗണ്ടേഷൻ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര ഡ്യൂയി ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ കൺസിസ്റ്റൻസി വരുന്നത്. എന്റെ ഷെയ്ഡ് ഇത് വരുന്നത് വാം സാൻഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് വരുന്നത്. ആക്ച്വലി ഈ ഷെയ്ഡ് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഡാർക്കായി തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ചേരില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കിൻ ടോൺ തന്നെ ആയി മാറുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സാക്ട് ഷെയ്ഡാണ് ഇത് വാം സാൻഡ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഷെയ്ഡിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡ് വാങ്ങിച്ചാൽ മതി, കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇതൊരു അടിപൊളി ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അടുത്ത സാധനമാണ് ഈ ഒരു ഐബ്രോ പെൻസിൽ കേട്ടോ. അപ്പോൾ ഇത് എറ്റ്യൂഡ് ഹൗസിന്റെ ഒരു ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ഇത് ശരിക്കും അഫോർഡബിൾ ആണ് കേട്ടോ. ഇത് 100 സംതിങ് എന്തോ റേഞ്ച് വരുന്നുള്ളൂ. പക്ഷെ എന്താ ഭയങ്കരമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനെ വെച്ച് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മെൽറ്റായി പോകും. പിന്നെ ഇത് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഐബ്രോ പെൻസിൽ അല്ലെങ്കിൽ ഐബ്രോ പൗഡേഴ്സ് എന്തെങ്കിലും നമ്മൾ ഐബ്രോസിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡ്സ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബ്ലാക്ക് ഒരിക്കലും വാങ്ങരുത് കേട്ടോ.
ഇനി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര സുഖമാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്, ഇങ്ങനെ ഒരു പരന്ന ഷേപ്പാണ് വരുന്നത്. സോ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഭയങ്കര മെൽറ്റായിട്ട് പോകുന്നുണ്ട്, ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഐബ്രോസിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുറേ ഹൈ എൻഡ് ബ്രാൻഡ്സ് വാങ്ങിയിട്ട് കാര്യമൊന്നുമില്ല, കാരണം എല്ലാം ഏകദേശം ഒരേ ലെവലിലാണ് വരുന്നത്. സോ ഐബ്രോസിന് എപ്പോഴും അഫോർഡബിൾ ആയിട്ട് വാങ്ങുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് 100 സംതിങ് എന്തേ ഉള്ളൂ ഇതിന്റെ റേഞ്ച്. എന്തായാലും പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് ഞാൻ അവിടെ എവിടെയെങ്കിലും ഒക്കെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കോമ്പും കൂടെ വരുന്നുണ്ട്, ഒരു സ്പൂളിയും കൂടെ വരുന്നുണ്ട്. സോ നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. സോ എന്തുകൊണ്ടും വർത്ത് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൂടിയിട്ടാണ്. പിന്നെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എസൻസിന്റെ ഈ ഒരു മസ്കാരയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മസ്കാര ഞാൻ കുറേ നാളായിട്ട് ഞാൻ നോക്കി വെച്ച് വാങ്ങിയ ഒരു സംഭവമാണ്. കാരണം ഇത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഭയങ്കര വൈറൽ മസ്കാര എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെ അവൈലബിൾ അല്ല. എസൻസിന്റെ വേറെ മസ്കാരസ് ഒക്കെ അവൈലബിൾ ആണ്, പക്ഷെ ഈ ഒരു സംഭവമാണ് വൈറലായിട്ടുണ്ടായിരുന്നത്. സോ ഇത് എക്സ്ട്രീം വോളിയം മസ്കാരയാണ്. സോ ഇത് ഞാൻ എല്ലായിടത്തും തിരയുമ്പോൾ എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, എവിടെ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി ഇരുന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തൊരു സാധനമാണ് ഇത്. ഇത് നിങ്ങൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങുന്നത് ശ്രദ്ധിച്ച് വേണം വാങ്ങാനായിട്ട്. കാരണം ഈ ഒരു ബ്രാൻഡ് പെട്ടെന്നൊന്നും അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് അല്ല ഇന്ത്യയിൽ. സോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നത്. സോ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈക്കീന്നോ പിന്നെ ഇതിന്റെ വെബ്സൈറ്റിൽ നിന്നോ അങ്ങനെ എങ്ങനെയും വാങ്ങിച്ചാൽ മതിയാവും കേട്ടോ. അല്ല, ഇതിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം അത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് മെയ്ഡ് ഇൻ ജർമ്മൻ ബ്രാൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ വാങ്ങിച്ചത് നൈക്കിന്നാണ്. നൈക്കയിലുണ്ട്, ടീറയിലുണ്ട്, സെഫോറയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങുക കേട്ടോ. അപ്പൊ എന്തായാലും ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ കുറേ മസ്കാരാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നും അല്ല കേട്ടോ, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം ഇത് നമുക്ക് വോളിയം തരുന്നത് മാത്രമല്ല, ഇത് ശരിക്കും ഇതിന്റെ ഈ ഒരു സ്റ്റെമ്മ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ബ്രഷാണ് അതിൽ വരുന്നത്. അപ്പൊ ഈ ബ്രഷ് വെച്ച് നമുക്ക് എഴുതാനായിട്ട് ഭയങ്കര ഈസിയാണ്. അതാണ് ഫസ്റ്റിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ മസ്കാരാസ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 2 കോട്ട്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാഷസിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്റ്റിഫായിരിക്കും ലാഷസ്. കാണാൻ മാത്രമല്ല നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഭയങ്കര സ്റ്റിഫി ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമ്മൾ എത്ര കോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ തൊട്ടാലും നമ്മുടെ നാച്ചുറൽ ലാഷസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം വേറെ നമ്മൾ 2-3 കോട്ടൊക്കെ വേറെ മസ്കാരാസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിപ്പോൾ കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ലാഷസിനൊക്കെ പ്രശ്നം വരും. അത് നമ്മൾ വാഷ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ മസ്കാരാസ് ഒക്കെ നമ്മൾ ഐ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ അത് കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഹെവി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊരു കംഫർട്ട് ഇല്ലാതൊക്കെ ആവുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ നാച്ചുറൽ ലാഷസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക, കാരണം എപ്പോഴും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പൊ എസെൻസിന്റെ വേറെയും മസ്കാരാസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. വൈറലായത് ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല. എന്തായാലും റേറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ഈ ഒരു റേറ്റിന് ശരിക്കും ഇതൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. ബോട്ടിലായാലും ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം വലിയൊരു മസ്കാര ആണത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ച സംഭവമാണ് ഈ ഒരു PSCയുടെ ഒരു കാജല്. ഇത് മിനി സൈസ് ആണ് കേട്ടോ, ഫുൾ സൈസ് അല്ല. അപ്പൊ എനിക്ക് ഈ കാജൽ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏതും വലിയ രീതിയിൽ ഭയങ്കരമായിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ മാക്കിന്റെ കാജലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ അത്രയ്ക്കൊരു ഇത് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടം, എൻ്റെ ഒരു സെക്കൻഡ് ഫേവറേറ്റ് ആണ് ഐക്കോണിക്കിന്റെ കാജൽ അടിപൊളിയാണ്. അത് ഒരു വട്ടം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര തിക്കായിട്ട് വരണം. സോ അതുപോലത്തെ ഒരു കാജലാണ് കേട്ടോ ഇത് PSCയുടെ കാജലാണ്. ഇത് മിനി സൈസ് ആണ് വരുന്നത്. ഫുൾ സൈസിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം പ്രൈസ് ഉണ്ട്, ഒരു 700 സംതിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത് മിനി സൈസിന് 100 സംതിങ്ങേ ഉള്ളൂ. 175 എന്തോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷയിൽ വെച്ച് ഭയങ്കര മിനി ആയിപ്പോയി. ഞാൻ മാക്കിന്റെ ഒക്കെ മിനി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇത്രയെങ്കിലും ഉണ്ടായിരുന്നു. ഇത് അത്ര പോലും ഇല്ല. ഇത് ഭയങ്കര കുഞ്ഞു പെൻസിലാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത് ഞാൻ ഒരു വട്ടം അപ്ലൈ ചെയ്തേ ഉള്ളൂ, അപ്പോഴത്തേക്കും തീർന്നു പോയി. ഒന്നുമില്ല, അത് ഭയങ്കരമായിട്ട് മെൽറ്റായി പോകുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഒരു സ്ട്രോക്ക് എഴുതുമ്പോൾ തന്നെ അതിന്റെ പകുതി മുക്കാലിന് തീർന്നു പോകും. ഭയങ്കര ബട്ടറി സോഫ്റ്റ് ആണ്, പക്ഷെ ഭയങ്കര പിഗ്മെന്റഡ് ആണ്. അതുപോലെ തന്നെ പരക്കുന്നില്ല, സ്മഡ്ജ് പ്രൂഫ് ആണ്, സ്മജ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 24 hours ഇട്ടാലും ഇത് പോകുന്നില്ല, ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ അത് വാങ്ങുകയാണെങ്കിൽ ഇത് തീർന്നു കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഇതിന്റെ ഫുൾ സൈസ് വാങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്.
സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സേ വാങ്ങിയിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു ഹോളൊന്നും അല്ല, ഇത് കുഞ്ഞു ഹോളാണ്. കാരണം ഞാൻ കുറച്ച് എനിക്ക് ആവശ്യമുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യാന്ന് വെച്ച് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.